ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് പ്രത്യേകിച്ച് ഡോക്ടറോ അതിനോടനുബന്ധിച്ച് സോഷ്യൽ മീഡിയയിലെ വിവാദങ്ങളോ ഒന്നും തന്നെ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. പ്രത്യേകിച്ചും ഡോക്ടർക്ക് ഇന്ന് മോസ്റ്റ് വൈബ്രന്റ് ഇൻഫ്ലുവൻസർ എന്ന അവാർഡ് വൈകുന്നേരം ഉണ്ടെന്നുള്ള അറിവായിരിക്കും. ഡോക്ടറും പ്രത്യേകിച്ച് പോസ്റ്റൊന്നും ഇട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഡോക്ടർ അപ്ലോഡ് ചെയ്ത ഈ വീഡിയോ മോസ്റ്റ് വൈബ്രന്റ് ഇൻഫ്ലുവൻസർ ഓഫ് ദി ഇയർ 2024 എന്ന അവാർഡ് ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രനിൽ നിന്നും സ്വീകരിക്കുന്ന ഒരു പിക്ചറാണ് ഇതോടൊപ്പം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാനിത് നിങ്ങൾക്കായി ഷെയർ ചെയ്തിരിക്കുന്നു. ഈ വിവാദ കോലാഹലങ്ങളൊക്കെ നടക്കുമ്പോഴും ബിഗ് ബോസ് സീസൺ 4 കണ്ടസ്റ്റൻസ് ആയിരുന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ പേര് ഇന്നും കേരളത്തിൽ എല്ലായിടത്തും എത്തുന്നുണ്ടെങ്കിൽ, അതായത് സോഷ്യൽ മീഡിയയിലെ എല്ലാ പേജുകളിലും മുഴങ്ങി കേൾക്കുന്നുണ്ടെന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ഇത്രയേറെ സ്വീകാര്യനായ ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെയാണ് ഡോക്ടർക്ക് ഇപ്പോഴും ഈ അവാർഡ് ലഭിച്ചതെന്നുള്ളതും ഒരു സത്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല സീസണുകളും അത് കഴിഞ്ഞ് കടന്നുപോയി കഴിഞ്ഞു. അതായത് അഖിൽമാരാരുടെ ഒരു സീസണും ഇപ്പോൾ സീസൺ 6 ജിൻഡോയുടെ ഒരു സീസണും കടന്നുപോയി കഴിഞ്ഞു. പക്ഷേ ഇന്നും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തന്നെയാണ് സീസൺ വിന്ന് ചെയ്യാതെ ഇത്രയും പേരിൽ നിൽക്കുന്ന ഏക കണ്ടസ്റ്റൻസ് എന്ന കാര്യം മറക്കുവാൻ പറ്റത്തില്ല എന്നുള്ളതും ഒരു കാര്യം തന്നെയാണ്. ശരിക്കും ഒരു സാധാരണക്കാരനായ മനുഷ്യന് നേരിടാൻ പറ്റാത്ത അത്രയും ഡീഗ്രേഡിങ്ങും ബുള്ളിയിങ്ങും അനുഭവിച്ച വേറൊരു മനുഷ്യൻ ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിഗ് ബോസ് സീസൺ 4 70ാമത്തെ ദിവസം പുറത്താവുമ്പോൾ ജനങ്ങൾ കുറേയധികം ഇഷ്ടപ്പെട്ടിരുന്ന ആ വ്യക്തി പിന്നീട് പലരുടെയും പല കാരണങ്ങൾ കൊണ്ടും ഭയങ്കരമായ ഡീഗ്രേഡിങ്ങും ഭയങ്കരമായ ബുള്ളിങ്ങും ഉണ്ടായി. ആദ്യം തുടങ്ങിയത് ദിൽഷയും റോബിനുമായിട്ടുള്ള പ്രശ്നം തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുകയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെക്കാട്ടിലും അധികം അവരെ ഡിഗ്രേഡിങ് ചെയ്യുന്നതിൽ വളരെ അധികം ആൾക്കാർ പങ്കുവഹിച്ചു എന്നുള്ളതും ഒരു നേര് തന്നെയായിരുന്നു. പിന്നീടും ഡോക്ടറെ കൂട്ടത്തിൽ നിന്നവർ കാലുവാരുകയും ഡോക്ടറെ ഡിഗ്രേഡിങ് ചെയ്യുകയും അത് കഴിഞ്ഞ് ഒരു പരിഹാസ കഥാപാത്രമായി ചിത്രീകരിക്കുന്നതിൽ സോഷ്യൽ മീഡിയയിലെ ഒരുവിധം ആൾക്കാരൊക്കെ ഒരുമിച്ച് പങ്കുചേരുകയും ചെയ്തിട്ടും ഡോക്ടർ ഇതുവരെ എന്ത് സംഭവിച്ചാലും താൻ മുന്നോട്ട് എന്ന ചിന്താഗതിയിൽ പോകുന്നത് കാണുമ്പോൾ ആ ധൈര്യത്തിനെ നമിച്ചേ പറ്റൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഡോക്ടർക്ക് ഇനിയും നല്ല നല്ല ഉയരങ്ങളിൽ എത്തുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.